ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ മച്ചി പ്രസവിച്ചിരിക്കുന്നത്. എന്റെ മച്ചി പ്രസവിച്ചിരിക്കുന്നത്. നമുക്ക് അതായത് കുട്ടീനെ കാണാം. ഞാൻ പേരൊറ്റ ലാസ്റ്റ് പറയുന്നതാണ്. കമാൺ. നമ്മളെ പേരെന്ന് പറയുന്നത് ഞങ്ങൾ അതിയായ സന്തോഷത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട്. കാണിച്ചു തരാൻ ഞങ്ങൾ പുതിയ മെമ്പർ കാണാൻ വേണ്ടി വന്നാണ്. പുതിയ മെമ്പർ ഇതാണ് നമ്മുടെ മാമനും ആന്റിയും. ഇതാണ് ഞങ്ങൾ പൊന്നുട്ടി. കുട്ടീനെ ലാസ്റ്റ് കാണിക്കോളൂ അല്ലേ? ഇതാണ് ഞങ്ങളെ പ്രസവിച്ച ആള്. കണ്ടോ പാവ സാധുരികള്. ഞാൻ കുട്ടീനെ കാണിക്കാൻ ഇത് നമ്മളെ ടീച്ചർ ആന്റി തരികയാണ്. ടാഗ് ഒന്നും വരാൻ നേരെ കിട്ടിയിട്ടാണ് അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ പേര് റിവീൽ ചെയ്യാൻ പോവാണ്. നമ്മളെ കുട്ടിയുടെ പേരെന്ന് പറയണത് ഷെയ്ലിൻ ദോഹ ഷാജു. മണിവാളി വണ്ടി ഓഫായി. കുട്ടിയെ കണ്ടിറങ്ങിയതാണ് ഗൈസ്. വണ്ടി ഓഫായിട്ട് പുതിയ വണ്ടി വേറെ വലിയ വണ്ടി എടുത്ത് വന്നിട്ട് ഹോസ്പിറ്റലിന്റെ വാലറ്റ് പാർക്കിങ്ങിൽ ഇട്ടതായിരുന്നു. പക്ഷെ എന്തോ അവരുടെ അടുത്തുള്ള മിസ്റ്റേക്കാണോ എന്ത് പറ്റിയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നല്ല വണ്ടി കിട്ടി. കൂടുതൽ ജംഗ്ഷനുള്ള പ്ലസ് ആണ് ഇത്. ഇതല്ലേ ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട്. AC ഇല്ല, ഒന്നുമില്ല. തണുച്ച് വിറച്ചിരിക്കുമ്പോ എന്തിനാ AC? മുന്നിട്ട് ഇറങ്ങി. പപ്പുണ്ട്. പപ്പനെപ്പ ഞങ്ങൾ വിളിച്ച് വരുത്തിയാണ്. സത്തുപ്പുണ്ട്. അവരൊക്കെ പുറത്തുണ്ട്. ഞാനുണ്ട്. ചൂടെടുത്തിരിക്കുകയാണ് മനുഷ്യന്മാർ ഇവിടെ. വെൽക്കം ടു ഊട്ടി. നേരാക്കി കൂട്. അതാ വാത്തന കിട്ടിയില്ലേ? മാമ ഇതില് നമ്മള് വണ്ടി കൊള്ളുവോ? കാണുമ്പോ ഒരു കുഞ്ഞു സാധനം ഒരു നമ്മളടുത്ത് ഓട്ടോറിക്ഷ വിചാരിച്ചാ. അല്ല അവൻ പറഞ്ഞിരിക്കണം. വണ്ടി എടുക്കണല്ലോ. അതായിരിക്കൂലേ? മക്കളെ ഹലോ ഗൈസിന്റെ മാമക്ക് ഭയങ്കര ടെൻഷൻ. അല്ലില്ല അതൊന്നുമില്ല. അതൊക്കെ പഠിഞ്ഞു. മാമന്റെ ടെൻഷനേ ഏട്ടനും കൂടെ റൂബിക്ക് കണ്ടന്റായി. അതാ എന്റെ മാമന്റെ വിഷമം. അതാ മറ്റേ കൈ പിടിച്ചിട്ട് വലിക്കാൻ കുടിക്കോ വലിച്ചോ. ഹെൽപ്പ് 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 പപ്പ.
പൊന്നുട്ടിയെ നമ്മുടെ വണ്ടി അതാ പോണ്. ഇനി എന്താ നമ്മള് കാട്ടുക? അതോ നമ്മുടെ വണ്ടി പോണ്. പൊന്നുട്ടിയെ അതാ പോയി. അതോ നമ്മുടെ വണ്ടി. വണ്ടി വർക്ക്ഷോപ്പിലാന്ന് പറയാ ആരും ചോദിച്ചാല്. പൊന്നുട്ടിയെ നമ്മുടെ വണ്ടിയോ ഇനി എന്താ കാട്ടുക നമ്മള്? ആ ഓക്കെ ഓക്കെ ബസ്സിന് പോവാ. വണ്ടി കൊടുത്തു, ഞങ്ങൾ വഴിയാധാരമായി. എന്റെ മാമൻക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, റുബിക്കൊരു കണ്ടന്റ് കിട്ടിയല്ലോ. വണ്ടി കേടുന്നതിനല്ല കൈസ് ഇവിടെ സങ്കടം. കണ്ടന്റ് എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു മാമൻ. ഞാൻ വരാം. പൊട്ടിച്ചോ നമ്മളെ വണ്ടി പൊട്ടിച്ചോ. ഭയം നമുക്ക് അല്ലല്ലോ. ചലോ രണ്ട് വർത്താനം വേണ്ടി പോവാം. ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉമ്മച്ചിയുടെ അടുത്തായിരുന്നു. ഞാനും മുസ്താഖയും കൂടി ചേട്ടാ ഉമ്മച്ചിയുടെ അടുത്ത് പോകാൻ. ഇവരാരും ഉണ്ടായിരുന്നില്ല. വണ്ടി മാറിയില്ലേ? അങ്ങനെ ഒരു പാടിലൂടെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് കൊറേ മാമാര് വേണമെന്ന് പറയുന്നത് അല്ലേ? ഒന്നല്ലെങ്കിൽ ഒന്നിനെ ടെക്നോളജിയാ. അപ്പൊ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്.